വിദ്യാസാഗർ ഗുരുമൂർത്തി സ്ഥിരം കേട്ട് മടുത്ത ഒരു വ്യാഖ്യാനമാണ് ശ്രീ ജലീൽ പുനലൂർ ഇന്നും നൽകിയത്. അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ ഇങ്ങനെ മൃഗീയമായി വിമർശിക്കുന്നത് ശരിയല്ല, കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളത്. ഇതിനെയും അങ്ങനെ ഒരു നിരുപദ്രവകരമായിട്ടുള്ള ഒരു ആഹ്വാനമായിട്ട് കണ്ടാൽ മതി എന്നാണോ? ഇതിലൊരു വളരെ പ്രധാനമായ വിഷയം, ഇപ്പോ ഒരു ഹിന്ദു ഭണ്ഡാരം മോഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഹിന്ദു ഭണ്ഡാരം മോഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഭണ്ഡാരം മോഷ്ടിക്കുവിൻ, നിങ്ങളുടെ ബ്രഹ്മാവ് അത് പുറത്തു തരുമെന്ന് ഗീതയിലുണ്ടെങ്കിൽ അത് ഹൈന്ദവമായ തെറ്റ് തന്നെയാണ്. അപ്പൊ അതുപോലെ ഇസ്ലാമിന്റെ തെറ്റുകൾ ഇസ്ലാം ചെയ്തുകൊണ്ട് ഇപ്പൊ 1400 വർഷം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇത്രയും കാലം കൊണ്ട് ഇസ്ലാം ചെയ്തിട്ടുള്ള എക്സ്പെഡിഷൻസ്, അതായത് മറ്റു മതങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡുകൾ നടത്തിയിട്ട് ഗസ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ അറ്റാക്സ് ആണ്, ശരിക്കും റെയ്ഡുകളാണ്. അങ്ങനെയുള്ള ലൈറ്റ്നിങ് റെയ്ഡുകൾ നടത്തിയിട്ട് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ട് ആ അന്യ സമുദായങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തത് എങ്ങനെ വീതം വെക്കണം എന്നൊരു ചാപ്റ്റർ പോലും ഉള്ള ഒരു ഗ്രന്ഥമാണ് അവരുടെ മതഗ്രന്ഥം. അപ്പൊ അങ്ങനെയുള്ളൊരു മതഗ്രന്ഥം ഉള്ള അത് ഡിറ്റോ വെർബാറ്റിൻ ഓരോ വാക്കും പൂർണ്ണമായും അള്ളാഹുവിൻ്റെതാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഇവരുടെ ഓരോ നീക്കവും നമ്മൾ ഭയത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഹിന്ദു മതത്തില് നിങ്ങൾ ഹിന്ദുക്കളെ യഥേഷ്ടം മുസ്ലിങ്ങളുടെ സ്വത്ത് മോഷ്ടിച്ചുകൊള്ളൂ, അവരെ കണ്ടെത്തുന്നിടത്ത് വെച്ച് കഴുത്തറുത്ത് കൊന്നുകൊള്ളൂ, ഈ വിലക്കപ്പെട്ട 4 മാസങ്ങൾ കഴിഞ്ഞാൽ അവരെ കണ്ടെത്തിയെടുത്ത് വെച്ച് കഴുത്തറുത്ത് കൊല്ലുക, അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നത് പതിയിരുന്ന് പിടികൂടുക, അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവരെ വിട്ടയക്കുക എന്നൊക്കെ പറയുന്ന മതഗ്രന്ഥങ്ങളിലെ 100 കണക്കിന് വാക്യങ്ങളാണ് നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് ഇതിനെല്ലാം കേൾക്കുക മാത്രമല്ല. ഇപ്പൊ ചിലർ പറയും അത് അന്നത്തെ കാലത്ത് യുദ്ധത്തിന്റെ സമയത്ത് ഇറക്കിയതാണ്, ഇന്നത് പ്രസക്തമല്ലെന്ന് പറയും. എന്റെ ചോദ്യം, എല്ലാ കാലത്തെയും എല്ലാ മതങ്ങളുടെയും തെറ്റുകൾ തിരുത്തി അള്ളാഹു അവസാനമായിട്ട് പൂർണ്ണമാക്കി ഇറക്കിയ ഗ്രന്ഥമാണെന്നാണ് മുസ്ലിങ്ങൾ ഖുറാനെ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ കാലത്തേക്കുമുള്ള ഉപദേശങ്ങളാണ് അതിലുള്ളത്, നിർദ്ദേശങ്ങളാണെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. ഇവർ മാത്രമൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നല്ലോ, എന്താണ് പേര്, ജാക്കിർ നായിക്, എം അക്ബർ, അതുപോലെ യേശുദാസിനെ കൊണ്ട് ലോകത്തിന് എന്ത് ഗുണമാണുള്ളത്? പാട്ട് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് മനസമാധാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന തിരുമണ്ടൻ വരെയുള്ള എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും ഒരേപോലെ പറഞ്ഞൊരു കാര്യം, ലോകത്തേക്ക് വെച്ച് എല്ലാ മതഗ്രന്ഥങ്ങളിലും വെച്ച് തെറ്റുകളെല്ലാം തീർത്ത് ലോകാവസാനം വരെയുള്ള നിർദ്ദേശ ഗ്രന്ഥമായിട്ട് ഇറക്കിയിരിക്കുന്നതാണ് ഖുർആൻ എന്നാണ്. അപ്പോൾ ആ ഗ്രന്ഥത്തിലാണ് കാണുന്നത് അവിശ്വാസികളായ ഇസ്ലാം സ്വീകരിക്കാത്ത വ്യക്തികളെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നത്. അപ്പൊ അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അത് അറിഞ്ഞിട്ടും ഇവർ പൊതുസമൂഹത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ പറയുന്നത് എന്താണ്? അത് അക്കാലത്തേക്കുള്ള നിങ്ങൾ പേടിക്കേണ്ടെന്നാണ്. ഇത് വളരെ അപകടകരമായ ഒരു തക്കിയാണ്, ഇവരുടെ വ്യാജത്വമാണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മൾ കണ്ടു മനസ്സിലാക്കിയത്. നേരത്തെ അദ്ദേഹം പറഞ്ഞു 1500 വർഷമായിട്ട് ഈ ഭാരതത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല എന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1400 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എന്തൊക്കെ കന്നന്തിരിവ് ഈ രാജ്യത്തിൽ കാണിച്ചിട്ടുണ്ടോ അപ്പോൾ അതിന് തിരിച്ചടി തന്നുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹിന്ദുക്കൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. അല്ലെ, ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മുഗളന്മാർ വന്നിട്ട് പരസ്യമായിട്ട് കൊൽക്കത്തയുടെ തെരുവുകളിൽ വെച്ച് പശുവിനെ ജീവനോടെ തൊലിയിരുന്ന ഒരു കാഴ്ച ഹിന്ദുക്കൾ അപമാനിക്കാൻ വേണ്ടി സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ശ്രീരാമകൃഷ്ണ ഡെവട്ടി, അവിടുത്തെ ശ്രീരാമകൃഷ്ണദേവന്റെ ഭാര്യ ശാരദാദേവിയോട് കരഞ്ഞു പറയുകയാണ്, നമ്മെ അപമാനിക്കാൻ വേണ്ടി അവർ ക്ഷേത്രമുറ്റത്ത് വന്നിട്ട് പശുവിനെ തൊലി ഉരിയുന്നു. അപ്പൊ നോക്കൂ, അതൊക്കെ ചരിത്ര റെക്കോർഡ്, ആ കാലത്തുള്ള റെക്കോർഡ്സ് ആണ്, അത് ആൾക്കാർക്ക് തമ്മിലുള്ള സംഭാഷണങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം, ഹിന്ദുക്കൾ അപമാനിക്കാൻ വേണ്ടി പല തരത്തിൽ പല രീതിയിൽ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഗ്യാൻവാബിയിലെ പള്ളിയുടെ അവസ്ഥ എന്താണ്? ശിവലിംഗത്തിന്റെ മേലെ കാലുരച്ച് കഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പള്ളി. ലോകത്ത് ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ ശിവലിംഗ ആകൃതിയിലുള്ള ഒരു കല്ലുണ്ടോ കാലുരച്ച് കഴുകാൻ വേണ്ടിയിട്ട്? ഇല്ല. അങ്ങനെ ലോകത്തുള്ള മറ്റു മതങ്ങളുടെ മതസ്ഥാപനങ്ങളെ, മത ആരാധനാ കേന്ദ്രങ്ങളെ യാതൊരു ലജ്ജയും ഇല്ലാതെ കീഴ്പ്പെടുത്തിയിട്ട്, പോട്ടെ ഇവർ പറയുന്ന പരമവിശുദ്ധമായ മക്കയിലെ പള്ളി പോലും ഇവരുടേതാണോ? മക്കയിൽ ഇവർ പറയുന്ന പരമവിശുദ്ധമായ പള്ളി ഇസ്ലാമിൻ്റെതാണോ? ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന 360 ഗോത്ര ദൈവങ്ങളായ അല്ലാത്ത, അൽ ഉസ്സ, അൽ മനാത്ത തുടങ്ങിയ സ്ത്രീ ദേവതകളെ പോലും ആരാധിച്ചിരുന്ന 360 ദിവസത്തേക്കും ഓരോ ദൈവം എന്ന രീതിയിൽ ലൂനാർ കലണ്ടർ പ്രകാരം ഉണ്ടാക്കിയ ഗോത്രവർഗത്തിന്റെ ആരാധനാലയത്തിലെ എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചുകൊണ്ട് അവിടെ കൈയടക്കിയതാണ്. അങ്ങനെ ലോകം മുഴുവൻ തന്റേതല്ലാത്ത എല്ലാത്തിനെയും കൈയടക്കിക്കൊണ്ടും എക്സ്പെഡിഷനിലൂടെ വെട്ടിക്കൊന്നുകൊണ്ടും സ്വത്ത് അപഹരിച്ചിട്ട് അതെങ്ങനെ പങ്കിടണമെന്ന് ഒരു മതഗ്രന്ഥത്തിൽ പറയുകയാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഭീതിപ്പെട്ടിട്ട് ഇവരൊരു ചെറിയ മൂവ്മെന്റ് നടത്തുമ്പോഴേക്ക് നമ്മൾ പ്രതിരോധിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശബ്ദിക്കേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് തലയുണ്ടാവില്ല എന്ന പൂർവാനുഭവം കൊണ്ടാണ്. ചെറിയൊരു ഉദാഹരണം പറയാം.
മറാഠ സാമ്രാജ്യം എങ്ങനെയാണ് ഭാരതത്തിൽ വളർന്ന ആ ചരിത്രം ജലീൽ പുനലൂർ വായിക്കണം. എങ്ങനെയാണ് ഛത്രപതി ശിവാജി മഹാരാജ് ഈ എക്സ്പെഡിഷനെതിരെ ശക്തമായി മുന്നോട്ട് നീങ്ങിയത്? ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്താകുമായിരുന്നു? നിങ്ങൾ ചിന്തിക്കണം. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ജസ്യ എന്ന് പറയുന്ന മതകരം അടക്കേണ്ടി വന്നവരാണ് ഹിന്ദുക്കൾ. എന്താണ് ജസ്യ? ജസ്യ കൊടുക്കുന്നതിനെ പറ്റി കൃത്യമായ നിർദ്ദേശങ്ങൾ മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്ര രേഖകളിലുണ്ട്. എന്താണ്? അപമാനിച്ചുകൊണ്ട് മാത്രമേ മതക്കരം വാങ്ങാവൂ. എന്താണ് കാരണം? ഒരാൾ ഇസ്ലാമിക മുഗളന്മാരുടെ കീഴിൽ, ഒരു ഇസ്ലാമിക റൂളിന്റെ കീഴിൽ ഒരാൾ ഹിന്ദു മതമോ മറ്റൊരു മതമോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന് അയാൾ ഒരു പിഴ അടയ്ക്കണം. അതാണ് ജസിയ എന്ന് പറയുന്ന ടാക്സ്. ആ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ അവന്റെ പെരടി, അതായത് കഴുത്തിന്റെ പുറകിൽ അടിച്ചുകൊണ്ടാണ് ടാക്സ് വാങ്ങിയിരുന്ന ചരിത്രരേഖകൾ 100 കണക്കിന് തരാൻ എനിക്ക് സാധിക്കും. അപ്രകാരം മറ്റു മതങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പരമപുച്ഛത്തോടെ കണ്ടുകൊണ്ടും മറ്റുള്ളവരൊന്നും ദൈവമല്ല. ഉദാഹരണം പറയട്ടെ, പള്ളികളിൽ 5 നേരം വിളിച്ചു വരുന്ന നിസ്കാരത്തെ വേണ്ടിയുള്ള ആ ബാങ്ക് എന്ന് പറയുന്ന കോൾ ഉണ്ടല്ലോ, ആ കോളിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ്, മറ്റൊരു ദൈവം ഇല്ല. അതെന്തൊരു പോക്രിത്തരമാണ് പറയുന്നത്? അതെങ്ങനെ മതേതരത്തിൽ നിരക്കുന്നതാണ്? അപ്പൊ ഗുരുവായൂരപ്പനും എന്റെ അയ്യപ്പനും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കർത്താവ് ഒന്നും ദൈവമല്ല എന്ന് പറയുന്നത് തുല്യമല്ലേ അത്? അങ്ങനെ മറ്റേതെങ്കിലും ഒരു മതം ഇവിടെ വിളിച്ചു പറയുന്നുണ്ടോ? ഇവിടെ കൃഷ്ണനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ടോ? അപ്പൊ അത്തരത്തിൽ പറയുന്ന മതങ്ങളെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ കണ്ടില്ലെങ്കിൽ നാളെ അവർ നമ്മുടെ മതസ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുമെന്ന കാര്യത്തിൽ 100 കണക്കിന് തെളിവുണ്ട്. അമർനാഥിൽ 51 തവണയാണ് ഇസ്ലാമിക ഭീകരർ വെടിയുതിർത്ത് എത്രയോ തീർത്ഥാടകരെ കൊന്നത്. ശാന്തമായി അവരുടെ ശിവനെ കാണാൻ വേണ്ടി അമർനാഥിലേക്ക് പോകുന്ന ജനങ്ങളെ, ഇസ്ലാമിന് ഒരു തരത്തിലും ത്രെട്ട് സൃഷ്ടിക്കാത്ത പാവപ്പെട്ട തീർത്ഥാടകരെ എത്ര തവണയാണ് താലിബാനും മറ്റും വെടിവെച്ച് കൊന്നിട്ടുള്ളത്? എന്റെ ചോദ്യം, അത് എന്ത് പ്രകോപനത്തിന് പേരിലായിരുന്നു? ഒരു പ്രകോപനം വേണ്ട. ഇസ്ലാം അല്ലാതെ മറ്റൊരു മതം സുഖകരമായി സന്തോഷകരമായി ആരും അനുഷ്ഠിക്കരുത്. അതിനുവേണ്ടിയുള്ള പശ്ചാത്തലത്തെ ഒരുക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള സമാധാനവാദികളാണ് ഏറ്റവും വലിയ അക്രമികൾ. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി പന്ത് തട്ടിയിട്ട് കൊടുക്കുക മാത്രമാണ്. ഗോൾ അടിക്കുന്നത് എപ്പോഴും മുജാഹിദ് ബാലുശ്ശേരിയോ MM അക്ബറോ ആയിരിക്കില്ല. അവരെല്ലാം ഇസ്ലാം സമാധാനമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയുള്ളൂ. ഗോൾ അടിക്കുന്നത് ഇപ്പൊ ജിമ്മ് നടത്തുന്ന നവാസിനെ പോലുള്ളവരാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ പോകുന്ന യാസീൻ ഭട്കലിനെ പോലുള്ളവരാണ്. നിങ്ങൾ ഗോൾ അടിക്കില്ല, നിങ്ങൾ വെട്ടാൻ പോവില്ല, നിങ്ങൾ എപ്പോഴും സമൂഹത്തിൽ വെള്ളയും എടുത്ത് മാന്യമായി രാവിലെ നടന്ന് പള്ളിയിൽ പോകുന്നവരാണ്. അതുപോലെ നിങ്ങൾ നടന്ന് പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളെ ഒരു ഹിന്ദു ആക്രമിച്ചാൽ ഞാൻ അതിനെ എതിർക്കും. എന്റെ ചോദ്യം, ഭാരതത്തിലെ സമാധാനവാദികളായ മുസ്ലിം പണ്ഡിതർ എത്ര പേർ അമർനാഥ് തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്ന ഭക്തരെ കൊന്ന ഈ ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്? ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഈ തക്കി ആർക്കും മനസ്സിലാവുന്ന ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈസ് ദ ഖുർആൻ ഇൻഫാളിബിൾ എന്നൊരു പുസ്തകമുണ്ട്. വളരെ, അതായത് പിന്നെ ഒരു ഓസ്ട്രിയൻ പൗരൻ എഴുതിയതാണ്. അദ്ദേഹം ഇസ്ലാം ആയിരുന്നു, എക്സ് മുസ്ലിം ആണ്. ആ പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ത് തരത്തിലുള്ള ഒരു കുതന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഞങ്ങൾ സമാധാനവാദികളാണെന്ന് പറഞ്ഞു പരത്തുന്ന ഒരു വിഭാഗം. അവരെപ്പോഴും എന്ത് നടന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും ഒറ്റപ്പെട്ട സംഭവമാണ്, അല്ലെങ്കിൽ നമ്മൾ പിണറായി വിജയൻ പറഞ്ഞല്ലേ എനക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു വിഭാഗം എന്ത് ചെയ്യും? ഈ പാസ് ചെയ്ത് കിട്ടുന്ന പന്ത് വെച്ച് ഗോൾ അടിക്കും. ഞാൻ ചോദിക്കട്ടെ, ഹാഗിയ സോഫിയയിൽ എന്ത് അധികാരത്തിലാണ് പള്ളി കീഴടക്കിയത് ഈ 21-ാം നൂറ്റാണ്ടിൽ ചെയ്തത്? അങ്ങനെ ലോകം മുഴുവനുള്ള മറ്റു മതങ്ങളുടെ കളികളെ ഇവർ നോക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീലങ്കയിൽ ഈസ്റ്റർ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളുടെ പള്ളിക്ക് പോയിട്ട് ഒരു ബാഗ് കൊണ്ടുപോയിട്ട് പൊട്ടിത്തെറിച്ചു. ഇസ്ലാമിൽ അള്ളാഹുവിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ പുണ്യകരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ സമരമാർഗത്തിൽ സ്വയം മരിക്കുന്നതിനേക്കാൾ ചാവേറാവുന്നതിനേക്കാൾ വലിയ പുണ്യമില്ലെന്ന് എഴുതി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ 1400 കൊല്ലത്തിനിടയ്ക്ക് ഏറ്റവും യംഗസ്റ്റ് റിലിജൻ എന്ന് വിളിക്കാവുന്ന ഇസ്ലാം കാട്ടിക്കൂട്ടിയത്ര പോക്രിത്തരം ലോകത്ത് മറ്റൊരു മതവും കാട്ടിക്കൂട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ പേപ്പട്ടി മതം എന്ന് വിളിച്ചത്. റാബീസ് പരത്താണത്. എല്ലാ സ്ഥലത്തും എല്ലാവരും കടിക്കുകയാണ്, ദംശിക്കുകയാണ്. വേറെ ഏതെങ്കിലും മതക്കാർ ഇങ്ങനെ 5 നേരം വിളിച്ചു പറയുന്നുണ്ടോ ഞങ്ങളുടെ മതമല്ലാതെ വേറെ സത്യമില്ല, ഞങ്ങളുടെ ദൈവമല്ലാതെ വേറെ ദൈവമില്ല എന്നൊക്കെ പറയുന്നത് 1-ാം തരം വർഗീയതയല്ലേ? അത് കേട്ടുകൊണ്ടിരിക്കണോ മറ്റുള്ളവർ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ 1/2 കിലോമീറ്ററിലും ഓരോ പള്ളികളാണ്, ഓരോ 500 മീറ്ററിലും ഓരോ വലിയ പള്ളികളാണ്. ഒരു 1/2 സെക്കൻഡ് വ്യത്യാസത്തിൽ ഓരോ പള്ളിയും ബാങ്ക് കൊടുത്താൽ ഇന്ത്യ മുഴുവൻ ബാങ്ക് നിറഞ്ഞിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സർക്കാർ ചെയ്യേണ്ടത് മതേതരത്വമാണ്, സെക്യുലറിസമാണ് സർക്കാരുകളുടെ ലക്ഷ്യമെങ്കിൽ കേരളം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യേണ്ട അടിയന്തരമായ നടപടി ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഈ കാലത്ത് ഖുറാൻ വായിക്കാൻ പോലും ആപ്പ് ഉണ്ട് ഇല്ലേ? ഖുറാൻ വായിക്കാൻ വേണ്ടി ആപ്പ്, എന്റെ കയ്യിൽ ഖുറാന്റെ ആപ്പ് ഉണ്ട്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്താണ് പറയുന്നത് പഠിക്കണമെങ്കിൽ വേണമല്ലോ. ഖുറാന്റെ ആപ്പ് ഉണ്ട്, ബൈബിളിന്റെ ആപ്പ് ഉണ്ട്, ഭഗവത്ഗീതയ്ക്ക് ആപ്പ് ഉണ്ട്. എന്തിനാണ് വിളിച്ചു പറയുന്നത്? ഇതുപോലെ ആപ്പ് ഉണ്ടാക്കിയ പറയാം. നിങ്ങളുടെ അലാം അടിക്കില്ലേ നിങ്ങൾക്ക് നിസ്കരിക്കുന്ന സമയത്ത്? പണ്ട് കാലത്ത് ഞാൻ ജബ്ബാർ മാഷൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ മൈക്കും സംവിധാനമൊന്നും ഇല്ലാത്ത കാലത്ത്, അതൊക്കെ ജൂതൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ജൂതനാണല്ലോ കൊല്ലേണ്ടത്.
അപ്പൊ അതൊക്കെ ജൂതം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെവിയിൽ ഇങ്ങനെ വിരൽ രണ്ടും പൊത്തിയിട്ട് അങ്ങോട്ടൊരു വാങ്ക് ഇങ്ങോട്ടൊരു വാങ്ക് മേലേക്കൊരു വാങ്ക് എന്ന് കൊടുത്തിരുന്നു ദൂരെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മൈക്രോഫോൺ ഉണ്ട്. അതിന് മൈക്രോഫോണിന്റെ കാലവും താണ്ടി ഇപ്പോൾ മൊബൈൽ ഫോണുണ്ട്, ആപ്പുകളുണ്ട്. വാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമയം പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റും എപ്പോൾ നിസ്കരിക്കണം. ഇതൊക്കെ ഉള്ള കാലത്ത് എന്തിനാണ് ഈ വിളിച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളെ ദൈവം ദൈവമല്ല ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്? അതിലും വലിയ തെമ്മാടിത്തരം വേറെ ഉണ്ടോ? അപ്പൊ ഇതൊക്കെ പറയുന്ന സമുദായം ഇപ്പൊ 1400 കൊല്ലം കൊണ്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്ത റാണാ പ്രതാപനും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാനും അതുപോലെ തന്നെ ഛത്രപതി ശിവാജി മഹാരാജിനെ പോലെ ശക്തരായ രാജാക്കന്മാരുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാം മതം അടങ്ങി ഒതുങ്ങി ഇന്ത്യയിൽ കഴിയുന്നത്. ഈ പ്രതിരോധം നമ്മൾ നിർത്തിയാൽ നമുക്കൊന്നും പറയാൻ തല കാണില്ല എന്നതാണ് ചരിത്ര സത്യം. അതുകൊണ്ട് സമാധാനവാദികളുടെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട. ഇസ്ലാമിന് സമാധാനം അറിയണമെങ്കിൽ അലി സീന മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ് ദ ഖുറാൻ ഇൻഫോളിബിൾ എന്ന പുസ്തകമുണ്ട്. പോട്ടെ, അതൊന്നും വേണ്ട. ബംഗ്ലാദേശിൽ നിന്ന് ഓടിപ്പോയ 2 പ്രൊഫസർമാർ കൊൽക്കത്ത കോടതി കൊടുത്ത കേസാണ് കൽക്കത്ത ഖുറാൻ പെറ്റീഷൻ. ഈ കൽക്കത്ത ഖുറാൻ പെറ്റീഷൻ ഇപ്പോൾ PDF അവൈലബിൾ ആണ്. നിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ പിന്നെ വെട്ടിയും തല്ലിയും ഓടിക്കപ്പെട്ടത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ബംഗ്ലാദേശിൽ എത്ര ഹിന്ദുക്കളെയാണ് അടിച്ചു കൊല്ലുന്ന വീഡിയോകൾ പുറത്തു വന്നത്? ഇവിടെ ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു? നിങ്ങൾ മെജോറിറ്റി ആവുന്ന സ്ഥലത്ത് മറ്റുള്ളവർ മതക്കരം അടയ്ക്കണം, ഇല്ലെങ്കിൽ കൊല്ലപ്പെടണം. നമുക്ക് ഇസ്ലാം തന്നിരിക്കുന്ന 2 ഓപ്ഷനാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെടുക, അല്ലെങ്കിൽ മരണം വരിക്കുക. ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു. ഛത്രപതി ശിവാജി മഹാരാജ് പറഞ്ഞ ഓപ്ഷൻ, തിരിച്ചടിക്കുക, തിരിച്ചു നിന്ന് ചോദ്യം ചെയ്യുക, ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് ഹിന്ദുക്കൾ കൈക്കൊള്ളേണ്ടതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ജാമിദ ടീച്ചർ നേരത്തെ പൂർത്തിയാക്കാൻ പറ്റാത്തത് പൂർത്തിയാക്കാം. മറ്റൊരു കാര്യം നോക്കൂ, ഈ പൗരോഹിത്യത്തിൻ്റെ കുറ്റകരമായ മൗനം, കുറ്റകരം മാത്രം മനഃപൂർവ്വമായിട്ടുള്ള മൗനം തന്നെയല്ലേ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജലീൽ സാഹിബ് ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പരാമർശം കണ്ടില്ലേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന്. നമ്മളാരും ചർച്ചയ്ക്ക് വിളിക്കാത്തത് കൊണ്ടല്ല സാഹിബെ, ഞങ്ങളൊക്കെയാണ് ചർച്ചയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞാല് എതിരെയുള്ള ആരും വരുന്നില്ല. ഇപ്പൊ താങ്കൾ തന്നെ വന്നുപോയി കുടുങ്ങിയില്ലേ? 3:30 സാഹിബെ കേരളത്തിന്റെ സമയം അനുസരിച്ച് പ്രഭാത നമസ്കാരം? താങ്കൾ 3:30 നിസ്കരിക്കുന്നത്? 3:30 ഏത് കേരളത്തിലെ പള്ളിയിലാ ബാങ്ക്? എന്താണ് ജിഹാദിന്റെ അർത്ഥം? ഇനി താങ്കളെ നോക്കിയാണോ ഇസ്ലാം എന്താണ് എന്ന് നമ്പ്യാര് പഠിക്കേണ്ടത്? തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹ്. ഇതിനകത്ത് ജലീൽ സാഹിബിന്റെ ചര്യയില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നോക്കിയിട്ടല്ല ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടാ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളവരാണെങ്കിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണമെന്ന. പിന്നെ താങ്കൾ ബലി പെരുന്നാളിനെ ത്യാഗമായിട്ട് കൂട്ടി കെട്ടിയിട്ട് നരേന്ദ്രമോദിയെ കൂടി പറയിപ്പിക്കരുത് പ്ലീസ്. കാരണം ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ അനന്തര ഫലമാണ് ബലി പെരുന്നാൾ. ജലീൽ സാഹിബ് ഒരു സ്വപ്നം കാണുന്നു, മകന്റെ തലയറുത്താൽ സ്വർഗം തരാം, അള്ളാഹു സംപ്രീതനാകുമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം സാഹിബെ, എന്റെ കുഞ്ഞിന്റെ നഖമൊന്ന് കയറ്റി വെട്ടിയാൽ 14 സ്വർഗം തരാമെന്ന് പറഞ്ഞാലും ആ പടച്ചോനെ ഞാൻ കല്ലെറിഞ്ഞ് ഓടിക്കത്തേ ഉള്ളൂ, ഞാനത് ചെയ്യില്ല. അതുകൊണ്ട് ത്യാഗമെന്നൊന്നും പറയരുത്. പിന്നെ ഈ തെറി പറയുന്നവരെ താങ്കൾ അപലപിച്ചല്ലോ, സന്തോഷം. ഞങ്ങളുടെയൊക്കെ കമന്റ് ബോക്സ് വന്നൊന്ന് നോക്ക്, എമ്മാതിരി തെറികൾ. ഇപ്പോൾ മുസ്ലിം പുരോഹിതന്മാരാണ് ഈ തെറിവിളികളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ ഹുസൈൻ സലഫി എന്താ പറഞ്ഞെന്നറിയാമോ? യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്ധി സംഭാഷണത്തിന് പ്രവാചകനും അബൂബക്കറും വന്നിരിക്കുമ്പോൾ എതിരാളിയെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി അബൂബക്കർ പറഞ്ഞത്, ലാത്തയുടെ ജനനേന്ദ്രിയം നീ പോയി നക്കിക്കോളൂ എന്നാണെന്ന്. എന്നിട്ട് ഹുസൈൻ സലഫി പറയാണ്, പ്രകോപനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ആ രൂപത്തിൽ പ്രതികരിച്ചു പോകുന്നത് എന്നാ പറഞ്ഞത്. പിന്നെ പ്രവാചകന്റെ ത്യാഗവും കാരുണ്യവും ഹംസയുടെ കരളും ഹിന്ദിന്റെ ത്യാഗവും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കിർഫ എന്ന ഒരു സ്ത്രീയെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? 2 ഒട്ടകത്തെ എതിരെ നിർത്തിയിട്ട് ഒരു കൈയും കാലും ഒരു ഒട്ടകത്തിന്റെ കാലിലും ഒരു കൈയും കാലും മറ്റൊരൊട്ടകത്തിന്റെ കാലിലും കെട്ടിയിട്ട് എതിരെ ഒട്ടകത്തെ ഓടിച്ചൊരു സ്ത്രീയെ 2ആയി വലിച്ചു കീറിയ പ്രവാചകന്റെ ത്യാഗമൊന്നും ആളുകൾ അറിയാൻ ഇടവെക്കരുത്. താങ്കളെ പോലെയുള്ള അല്പജ്ഞാനികൾ വന്നിട്ട് താങ്കൾ സുബഹിയുടെ നമസ്കാരത്തിന്റെ സമയവും അതുപോലെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണെന്നും പ്രവാചകന്റെ ത്യാഗം എന്താണെന്നും ജിഹാദ് എന്താണെന്നും ഒക്കെ പഠിച്ചിട്ട് വേണം വന്നിരുന്ന് സംസാരിക്കാൻ. താങ്കൾ അബു അഫാഖ് എന്നൊരു 104 വയസ്സുകാരനായിട്ടുള്ള കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രവാചകനെ എതിർത്തുകൊണ്ട് കവിത എഴുതിയതിന്റെ പേരിൽ ആ മനുഷ്യന്റെ ഉടലും തലയും വേർപെടുത്തിയ പ്രവാചകന്റെ ചരിത്രം പറയിപ്പിക്കരുതേ. അസ്മാ ബിൻത് മർവാൻ എന്ന് പറയുന്ന 4 കുഞ്ഞുങ്ങളുടെ അമ്മ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ മാറത്തു നിന്നും വലിച്ചെറിഞ്ഞ്
ആ സ്ത്രീയുടെ മാറത്തേക്ക് കഠാര കുത്തിയിറക്കിയ പ്രവാചകന്റെ ത്യാഗവും കാരുണ്യവും ഒന്നും പറയിപ്പിക്കല്ലേ സാഹിബേ. ഇപ്പോ മൂർത്തി പറഞ്ഞതുപോലെ എന്ത് തെമ്മാടിത്തരവും ചെയ്തിട്ട് തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മതി എന്ന് പറയുന്ന ഈ മതം, ഇതിനെ പേപ്പട്ടി മതം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് കയറി കൊള്ളാൻ എന്തിരിക്കുന്നു? ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്ന് തെളിയിക്കാൻ താങ്കൾ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വാചകങ്ങൾ അടർത്തിയെടുത്ത് ഉരുവിടണം ഇതുപോലെ. ഇനി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ജിമ്മ്, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെയാണോ താങ്കൾ എല്ലാം പ്രവർത്തിക്കുന്നതാണോ? മനുഷ്യന്റെ പുരോഗതിയും വിജ്ഞാനവും അറിവും യുക്തിയും അവന്റെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിന്റെയും അനന്തര ഫലമാണ് നമ്മൾ എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പുരോഗതികളും. മതപരമായിട്ടുള്ള ചട്ടക്കൂടുകളും ശാസ്ത്രീയ പുരോഗതിയും കൂടി കൂട്ടി ഇഴച്ചു കൊണ്ടുവന്നിട്ട് താങ്കൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയല്ലേ? പ്രവാചകൻ കാറിൽ യാത്ര ചെയ്തിട്ടില്ല, പ്രവാചകൻ വാട്സപ്പും ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പ്രവാചകൻ ഒരു ചാനൽ ചർച്ചയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. ഒരു വിശ്വാസ സമ്പ്രദായം മാത്രം പിന്തുടർന്ന് ജീവിക്കുന്നത് കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും പുരോഗതികളും മുഴുവനും തടയപ്പെടുകയാണ് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട്. അതുകൊണ്ടാണ് വൈദ്യശാസ്ത്രമായിരുന്നാലും ഗണിതമായിരുന്നാലും ജ്യോതിശാസ്ത്രമായിരുന്നാലും ഇതൊന്നും പഠിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി പോലും ഉണ്ടാക്കാൻ ഇസ്ലാം മത സമുദായത്തിന് സാധിക്കുമായിരുന്നില്ല സാഹിബേ. ഇപ്പോ ഈ പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാല് ഈ പ്രതിഭാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഠിനമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളും വർഷങ്ങളുടെ അധ്വാനവും അവരുടെ സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രയോ ആളുകൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തമൊക്കെ ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്നില്ലേ? സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പഠനങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ പ്രവാചകൻ പഠിച്ചതും പാച്ചുകൊണ്ടിരുന്നത് കൊണ്ടല്ല, മറിച്ച് ജനങ്ങൾ യുക്തിസഹമായി ചിന്തിക്കാൻ തയ്യാറെടുക്കുന്നു. ക്യാൻസർ, ഓട്ടിസം, അതുപോലെ ഡൗൺ സിൻഡ്രം, ഇതിനൊക്കെ ഇസ്ലാമിൽ എന്താണ് സാഹിബെ ചികിത്സാ രീതി ഉള്ളത്? കരിഞ്ചീരകം അരച്ചു കലക്കി കുടിച്ചാൽ മതിയോ? അതോ 7 അജുവായിത്തപ്പഴം കഴിച്ചാൽ മതിയോ? കീമോതെറാപ്പിയും റേഡിയേഷനും ക്യാൻസറിന് വേണ്ടിയുള്ള വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളും ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചതിലുണ്ടോ? എന്താണ് ഇസ്ലാമിലെ? രോഗമുണ്ടോ ഇസ്ലാമില്? പ്രകൃതി ചികിത്സയ്ക്കെന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും ഭാര്യമാരെയും മക്കളെയും ഒക്കെ കൊലയ്ക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ? പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്താണ് ഇന്നത്തെ ആ ജിം ട്രെയിനർ പറഞ്ഞത്? അവൻ ഒരു ജിംനേഷ്യം ഉണ്ടാക്കാൻ പോകുന്നു. ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കണം എന്നത് ശരീഅത്ത് നിയമമല്ലേ? സംഗീതം കേൾക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിക ശരീഅത്ത് നിയമമല്ലേ? ആണും പെണ്ണും ഇടകലരാൻ പാടില്ല എന്നത് ഇസ്ലാമിക ശരീഅത്ത് നിയമമല്ലേ? അപ്പോ ലോകത്തെ എല്ലാ സംസ്കാരങ്ങളും സമൂഹങ്ങളും മാനവരാശിയുടെ വളർച്ചയിൽ പങ്കുവഹിക്കുമ്പോൾ തീപ്പെട്ടിക്കൊള്ളി മുതൽ ആധുനിക സാങ്കേതിക വിദ്യ വരെ കണ്ടുപിടിച്ചത് പല കാലഘട്ടങ്ങളുടെയും പല സംസ്കാരങ്ങളിലെയും ആളുകളാണ്. ഇതൊന്നും ഇസ്ലാം മതവിശ്വാസികളല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് സാർവത്രികമാണ്, അതിനകത്ത് മതമില്ല. വ്യക്തിപരമായിട്ടുള്ള അജണ്ടയ്ക്കപ്പുറം മാനവരാശിയുടെ പൊതുവായിട്ടുള്ള സ്വത്താണ് എന്നെങ്കിലും താങ്കളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. 3 നേരം മതം പുഴുങ്ങി തിന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ആധുനിക സാമൂഹിക ക്രമത്തിലെയും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്കതിനകത്ത് ഇടകലർന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അതെങ്കിലും ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കിയിട്ട് വരണം ഇതുപോലെയുള്ള ചർച്ചകൾക്കെങ്കിലും വരാൻ. ഓക്കെ 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 യെസ്. ശ്രീ ജലീൽ പുനലൂർ, താങ്കൾ ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം.